வயநாடு நிலச்சரிவால் பாதிக்கப்பட்ட மக்களுக்கு உதவும் வகையில் மேப்பாடி செயின்ட் ஜோசப் பள்ளி முகாம்களாக மாற்றம் செய்யப்பட்டிருக்கிறது. கேரள மாநிலம் வயநாட்டில் பேரழிவை ஏற்படுத்திய நிலச்சரிவானது மேப்பாடி, முண்டக்கை, சூரல்மலை பகுதிகளை அடியோடு புரட்டியிருக்கிறது. அது மட்டுமல்லாமல் நிலச்சரிவின் மைய பகுதிகளாக சந்தேகிக்கப்படும் இடங்களில் வீடுகளோ கட்டிடங்களோ எதுவும் இல்லை என்ற தகவல்களும் வெளியாகி இருக்கிறது. இந்த சூழலில் வயநாடில் நிலச்சரிவால் பாதிக்கப்பட்ட மக்களுக்கு உதவும் வகையில் மேப்பாடி செயின்ட் ஜோசப் பள்ளி தற்போது உதவிக்கரம் நீட்டியிருக்கிறது. அண்மை செய்தியாக பார்த்து வருகிறோம். இது பற்றிய விரிவான விவரங்களுடன் இணைக்கிறார் எமது செய்தியாளர் சந்தோஷ். தற்போது முகாம்களாக மாறிய பள்ளிகளில் என்ன மாதிரியான உணவுகள் எல்லாம் வழங்கப்பட்டு வருகிறது? மக்களுக்கு தேவையான அடிப்படை வசதிகள் அங்கு மேற்கொள்ளப்பட்டிருக்கிறதா? விவரங்கள். நிச்சயமாக நம்ம இருக்கக்கூடிய இந்த செயின்ட் ஜோசப் பள்ளியில் கிட்டத்தட்ட ஒரு 600க்கு மேற்பட்ட மக்கள் தங்க வைக்கப்பட்டிருக்கிறார்கள். இவர்கள் அனைவருமே பார்த்திங்கன்னா இந்த பாதிக்கப்பட்ட பகுதிகளிலிருந்து அழைத்து வரப்பட்டவர்கள் தான் இந்த பகுதியில் தங்க வைக்கப்பட்டிருக்கிறாங்க. இவங்களுக்கு தேவையான அனைத்து உதவிகளையுமே செய்துட்டு இருக்கிறாங்க. தன்னார்வலர்களாக இருந்தாலும் சரி, அரசு சார்பாக இருந்தாலும் சரி, அனைத்து உதவிகளையுமே செய்து கொண்டிருக்கிறார்கள். குறிப்பாக இவர்களுக்கு உணவு, தண்ணீர், அதே போல் உடைகள் வழங்கப்பட்டு வருகிறது. ஏன்னா அனைவருமே வீடுகளை இழந்து, உறவுகளை இழந்து தான் இங்கே இருக்காங்க. இவங்க அனைவருக்குமே தேவையான அனைத்து உதவிகளையுமே இந்த பகுதியில் இருக்கக்கூடிய மக்களும் அரசாங்கமும் இணைந்து செய்து கொண்டிருக்கிறார்கள். தற்பொழுது இந்த பாதிப்புகளை நேரில் சந்தித்த மக்கள் நம்ம கூட இருக்காங்க. அவங்க கிட்ட கேட்போம். നിങ്ങള് எப்படி அந்த ദുരന്തം നടന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ചൂരൽമലയിലാണ്. ഞങ്ങൾക്ക് മുണ്ടക്കയത്ത് ഒരു കാര്യം അറിയില്ല. ഞങ്ങൾ 2 മണിക്ക് ഫുള്ള് വെള്ളമാണ്. വെള്ളം പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൻ്റെ മുന്നിൽ ഒരു വീട് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ വിളക്കില്ല. വിളക്ക് പറഞ്ഞാൽ ലൈറ്റില്ല, കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അവർ ഇൻവെർട്ടർ വെച്ചിട്ട് അവർ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി ഞാൻ ജനവാതിൽ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നെ ഞാൻ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ അകത്ത് ഫുള്ള് വെള്ളമാണ്. എവിടെ നിന്ന് വന്ന് നോക്കുമ്പോൾ മുറ്റം ഫുള്ളും വെള്ളം, പുഴ പോലെയാണ് ഞങ്ങളുടെ വീട്ടിൽ. കയറിയപ്പോൾ അരയ്ക്ക് വെള്ളമായി. അപ്പോൾ എൻ്റെ മാപ്പിള മേലാപ്പിളങ്ങ് ഓടി വന്ന് എൻ്റെ കുട്ടികളെ, ചെറിയ കുട്ടി പ്രസവിച്ച് 3 മാസമായിട്ടുള്ളൂ, കുട്ടീൻ്റെ അടുത്ത് തോളിലിട്ടു. എല്ലാവരും ഇറങ്ങി പുറത്ത് പറഞ്ഞു. ഇറങ്ങുമ്പോഴേക്കും കഴുത്തിൻ്റെ അത്രയ്ക്കും വെള്ളം വന്നു. ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങി. മേലേക്ക് പോകാൻ വഴിയില്ല, ഫുൾ വെള്ളമാണ്, ചളിയാണ്. മേലേക്ക് നോക്കുമ്പോൾ മേലത്തെ റോട്ടിൽ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്, ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇപ്പുറത്തെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. പോകാൻ വഴിയില്ല. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വഴി കിട്ടി. ഞങ്ങൾ മേലെ പോയി കുറച്ച് മേലെ കയറിയപ്പോൾ അവിടെ ഒരു വീട്ടിൽ ഞങ്ങളെ കൈ കാട്ടി മാടി വിളിച്ചു. ഞങ്ങൾ അവിടെ പോയി നിന്നു. 2 മണിക്ക് ശേഷം 2 മണിക്ക് ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു പൊട്ട് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. വീണ്ടും അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, വീണ്ടും പൊട്ടി, എല്ലാം ശ്രദ്ധിച്ചോളി പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ പിന്നെയും ബേജാറായി. അത് കഴിഞ്ഞ് 4 മണിക്കൊരു പൊട്ട് കേട്ടു. അങ്ങനെ 3 പൊട്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ஓகே, அதாவது நீங்கள் நீங்கள் இருந்த இடம் எப்பேற்பட்ட இடம்? நீங்கள் எப்படி இந்த முகாமுக்கு வந்தீங்க? உங்களுக்கு என்ன மாதிரியான பிரச்சனைகள் அங்கே இருந்துச்சு? ഞങ്ങളത് സൗണ്ട് കേട്ടിട്ടാണ് എണീക്കണത്. എണീച്ച് പക്കത്ത് വീട്ടിലെല്ലാവരും വിളിച്ച് ഉണർത്തി. അതിൻ്റെ കുറച്ച് മുമ്പ് ആന വന്നു. ഞങ്ങൾ അതിനൊക്കെ തുരത്തി എല്ലാവരും കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ സൗണ്ട് വരുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ മുണ്ടക്കൈയിൽ പൊട്ടിയിട്ടുണ്ട്, ശ്രദ്ധിക്കണം, നോക്കണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ എണീച്ചു. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും എണീച്ചു. അപ്പോൾ പിന്നെ അടുത്തുള്ളവരൊക്കെ വാതിൽ തുറന്നപ്പോൾ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ വരുന്നുണ്ട്, ചെരുപ്പൊക്കെ കാലിലെടുത്തിട്ട് നമുക്ക് റോട്ട് കയറിക്കാന്നുണ്ട്. ഇവരൊക്കെ അടുത്തുള്ളവരൊക്കെ ഞങ്ങൾ വിളിച്ച് എണീപ്പിച്ച്. പിന്നെ ആ സൗണ്ട് വന്ന് പിന്നെ ഞങ്ങൾ റോട്ടിൽ കുറേ സമയം നിന്നു. പിന്നെ വണ്ടി വന്നിട്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ പറയും, നിങ്ങളുടെ വീട് വല്ല നാശങ്ങളോ നഷ്ടങ്ങളോ ഏർപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ മുഹാമിലേക്ക് വരാൻ കാരണം എന്താണ്? കുറച്ച് മുമ്പിലേക്ക് വരാം. ഞങ്ങൾക്ക് ഇതുപോലെ ഉരുള് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് പോയാലും പേടിയാണ് നിൽക്കാനൊക്കെ. ഞങ്ങൾ ഉരുള് പൊട്ടുന്ന സമയത്ത് തന്നെ നമ്മളവിടെ ഒരു കുലുക്കം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് അങ്ങോട്ട് പോകാൻ, തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് പേടിയാണ്. നിങ്ങളുടെ വീടിന് വല്ല ഛേദങ്ങളോ വല്ല പ്രശ്നങ്ങളോ? ഞങ്ങൾ വരുന്നവരെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താണെന്ന് നമുക്ക് അറിയില്ല. நீங்கள் சொல்லுங்கள். இப்போ നിങ്ങൾ പറയും, ഇപ്പോൾ വന്നിട്ട് ഈ ജനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ താമസിച്ചിട്ടുണ്ട്. ഇവരുടെ അവസ്ഥ ഇപ്പം നിങ്ങൾ ഈ 2 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇപ്പോൾ മാനസികമായിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അവർ നേരിടുന്നത്? അതായത് ഇപ്പോൾ ഈ സെൻറ്റ് ജോസഫ് യു പി സ്കൂളിൽ താമസിക്കുന്ന ക്യാമ്പിലെല്ലാവരും മാനസികമായിട്ടുള്ള സപ്പോർട്ടാണ് അവർക്ക് വേണ്ടത്. അതായത് ഫിസിക്കലി സപ്പോർട്ട് നമുക്ക് കഴിയാവുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട്.
പക്ഷേ അവർക്ക് വേണ്ടത് മാനസികമായിട്ടുള്ള സപ്പോർട്ടും അതിന് വേണ്ട ഒരു കൗൺസിലിങ്ങുമാണ് അവർക്ക് വേണ്ടത്. അവരിപ്പോഴും ആ ദുരന്തത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. അവരെ മുമ്പിൽ കാണുന്നത് അവിടുന്ന് വന്ന ഒരു സ്മെല്ലും അവിടുന്ന് വന്നൊരു സൗണ്ടാണ് ഇപ്പോഴും അവരുടെ മനസ്സിലുള്ളത്. അവർ ശരിക്കും ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അവർ സംസാരിക്കുകയൊന്നുമല്ല. അവർ എന്തോ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് പെടുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ടത് കൗൺസിലിംഗ് ആണ്. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കുന്ന വേറെ പ്രശ്നം എന്ന് വെച്ചാൽ ഇനി എന്താവും, കാരണം ഇതിപ്പോൾ ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ ജീവിതം എന്താവും. കാരണം അധികം പാവപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വാടകയ്ക്ക് താമസിക്കാൻ പോയിട്ടൊന്നും കിട്ടില്ല, പൈസ ഇല്ല. അപ്പോൾ അതിന് വേണ്ട സാഹചര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ അതിലൊരു വേവലാതി அവർக்குണ്ട്. അപ്പോൾ இதான அவருடைய ஆവശ്யங்கள். அதாவது இங்கே இருக்கக்கூடிய இந்த கேம்பில் இருக்கக்கூடிய மக்கள் அவங்க இப்போ அந்த ஒரு தன்னார்வலர் தான் நம்மக்கிட்ட பேசினாங்க. அவங்க சொல்லக்கூடிய கருத்து என்ன அப்படின்னு சொல்லி பார்த்தோம்னா, உடைமைகளையும் உறவுகளையும் இழந்து தவிக்கக்கூடிய இந்த மக்கள் பார்த்திங்கன்னா பெரும்பாலானவர்கள் வந்து அவங்களுக்கு வந்து அந்த 3 முறை அந்த இடத்துல வந்து அந்த நிலச்சரிவானது ஏற்படும் போது மிகப்பெரிய ஒரு சத்தம் கேட்டுள்ளது. அந்த சத்தத்தை தான் திரும்ப திரும்ப நம்ம நேற்றுக்கு காலையிலிருந்து நம்ம கேட்கக்கூடிய ஆட்கள் எல்லாருமே அந்த விஷயத்தை தான் திரும்ப திரும்ப சொல்கிறாங்க. எங்களுக்கு வந்து அந்த நிலச்சரிவு ஏற்படும் போது ஏற்பட்ட ஒரு சத்தம் தான் எங்களுக்கு வந்து திரும்ப திரும்ப கேட்குது அப்படிங்கிறாங்க. பல பேர் பார்த்திங்கன்னா உடைமைகளை இழந்திருக்கிறாங்க. இதில் எல்லாத்தையும் தாண்டி அவங்களுடைய உறவினர்களை இழந்து தவிக்கக்கூடிய மக்களும் இந்த முகாமில் தங்கியிருக்காங்க. இவங்க சொன்ன மாதிரி இந்த மக்களுக்கு தேவை, இப்போ உடனடி தேவை என்பது பார்த்திங்கன்னா ஒரு மன ரீதியான ஒரு தைரியத்தை கொடுத்து நாங்கள் உங்கள் கூட இருக்கோங்கிற ஒரு தைரியத்தை கொடுக்கணுங்கிற ஒரு அவங்க எதிர்பார்க்கிறதும் அதுதான் அப்படிங்கிற கருத்தை வந்து நம்மக்கிட்ட சொல்லியிருக்கிறாங்க. இங்கே இருக்கக்கூடிய மக்களுக்கு வந்து அனைத்து வசதிகளையும் செய்து கொடுத்திருந்தாலும் அடுத்தது என்ன அப்படிங்கிற ஒரு கேள்வி வந்து இங்கே இருக்கக்கூடிய பாதிக்கப்பட்ட மக்களுடைய மனதில் வந்து அனைவருக்குமே இருக்குது அப்படிங்கிறது வந்து நம்ம அவங்க கிட்ட பேசும்போது நம்மளால தெரிஞ்சுக்க முடியுது. களத்திலிருந்து விவரங்களை வழங்கியமைக்கு நன்றி சந்தோஷ். சன் நியூஸ் வாட்ஸ்அப் சேனலை ஃபாலோ செய்யுங்கள். QR கோடை ஸ்கேன் செய்து சன் நியூஸோடு இணைந்திருங்கள்.